അയ്യേ, അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായി. അപ്പോ നാളെ നമ്മള് അമ്മയോട് പറയാതെയാണോ പോകുന്നേ? പക്ഷെ അമ്മയ്ക്ക് ദേഷ്യം വരും. എപ്പോഴും എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക. എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അനു മോളെ, നീ ആരോടെ സംസാരിക്കുന്നേ? അമ്മയ്ക്കറിയില്ലല്ലോ നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന കാര്യം. നീ വന്നേ പിന്നെ എനിക്ക് ഒട്ടും ബോറടിക്കാറില്ല. നാളെ സ്കൂൾ വിടുമ്പോ നീ ഗേറ്റിന്റെ അടുത്ത് വരണേ. നമുക്ക് ആ പഴയ കാട്ടുവഴിയിലൂടെ പോകാം. അനു, എന്താമേ, എന്തിനാ എങ്ങനെ ഇട്ട് പേടിപ്പിക്കുന്ന എന്നെ? നീ ആരോടെ സംസാരിക്കുന്നേ? ഇവിടെ വേറെ ആരോ ഉള്ളത്? ഞാനെല്ലാം കേട്ടു. ഞാൻ ആരോട് സംസാരിച്ചില്ലല്ലോ അമ്മേ. ഞാൻ ചുമ്മാ തനിയെ ഓരോന്ന് ആലോചിച്ച് പറഞ്ഞതാ. നീ കള്ളം പറയുവാ. ആരോ നിന്നെ നാളെ കൊണ്ടുപോന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആരാ അത്? പറ അനു, ആരാ അത്? അമ്മയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ടല്ലേ? അമ്മ എപ്പോഴും എന്തൊക്കെയോ പേടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും പേടിയില്ല. കാരണം അയാൾ എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. അനു മോളെ, അനു മോളെ, അനു മോളെ, അനു. ചുവരുകൾക്ക് കാതുണ്ട്. ഓടിയൊളിക്കാനിടമില്ല. വിധി നിന്നെ പിന്തുടരുന്നു. ഹൃദയമിടിപ്പ് കേൾക്കൂ. ഭയം നിന്നെ മൂടുന്നു. എനിക്കറിയാം അമ്മയ്ക്കിപ്പ എന്നെ ഒട്ടും വിശ്വാസമില്ല. എപ്പോഴും എന്റെ പുറകെ നടക്കുക. നീ പേടിക്കണ്ട. നാളെ നമുക്ക് അമ്മ കാണാതെ പോവാം. അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയമില്ലേ? ഞാൻ പതുക്കെ പിൻവാതിൽ തുറന്നിറങ്ങിക്കോളാം. നീ കാത്തു നിക്കണം കേട്ടോ. നമുക്കേ ആരുമില്ലാത്ത പഴയ വീട്ടിൽ പോവാൻ കേട്ടോ. അവിടെ അമ്മ വരില്ലല്ലോ. അമ്മ വല്ലാതെ വഴക്ക് പറയും. എനിക്ക് നിന്റെ കൂടെ കളിക്കാനാ ഇഷ്ടം. അനു, എന്താ 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 നീ പറയുന്നത്? നീ ആരോടാ നാളെ പോകാന്ന് പറയുന്നേ? അമ്മ വീണ്ടും ഒളിച്ചു നിന്ന് കേൾക്കുവായിരുന്നല്ലേ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ മോളെ. ദേ, ഈ ചുമരിലെ നിഴലിനോടാണോ നീ സംസാരിക്കുന്നേ? നീ ആരോടാ നാളെ അമ്മ കാണാതെ പുറത്തു പോവാന്ന് പറഞ്ഞത്? പറയടി. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇവിടെ ആരുമില്ലെന്ന്. അമ്മയ്ക്ക് തോന്നുന്നതാ. അമ്മയ്ക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളത്. എനിക്ക് ഉറങ്ങണം. ഇരുട്ട് ഇരുട്ട് മാത്രം. നിന്റെ നിഴൽ നിന്നെ വിഴുങ്ങുന്നു. നിന്റെ നിഴൽ നിന്നെ വിഴുങ്ങുന്നു. സൂക്ഷിക്കുക. അടുത്തെത്തി. ഓടിയൊളിക്കാനിടമില്ല. വിധി നിന്നെ പിന്തുടരുന്നു. ഹൃദയമിടിപ്പ് കേൾക്കൂ. അവൾ കള്ളം പറയാണ്. എന്തോ എന്നോട് ഒളിക്കുന്നുണ്ട്.
എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കുക. ദൈവമേ, എന്താ ഇത്? ഇവളെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഇല്ല ഇല്ല, ഇതെന്റെ അനുവല്ല. അവളിങ്ങനെ വരയ്ക്കില്ല. ആ നിഴൽ അതെന്നെ കൊല്ലാൻ നോക്കുവാണ്, അതെന്നെ ഇല്ലാതാക്കാൻ നോക്കുവാണ്. ആരാ ആരാ ഇവിടെ? അനുവാണോ? മോളെ, നീ വന്നോ? മാധവി, അനുവിന്റെ ഡയറിയിലെ ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഡോക്ടർ, അവൾ ഡയറിയിൽ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? രാത്രിയിൽ അവൾ ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്റെ മോൾക്ക് എന്തെങ്കിലും... മാധവി, ആദ്യം നിങ്ങളൊന്ന് ശാന്തമാവൂ. ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ കാണാറുണ്ട്. പക്ഷേ അനുവിന്റെ കേസ് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അതായത് അവൾക്ക് എന്തെങ്കിലും മാനസികമായി കുഴപ്പമുണ്ടെന്നാണോ? കുഴപ്പമല്ല മാധവി, അവൾ അമിതമായ ഏകാന്തതയിലാണ്. എക്സ്ട്രീം ലോൺലിനെസ്. അവൾക്ക് ചുറ്റും എന്തോ ഒരു വലിയ ഭയം അവൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ സ്വന്തമായൊരു കാൽപ്പനിക ലോകം, ഒരു ഇമാജിനറി വേൾഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ലോകത്ത് അവൾക്കൊരു കൂട്ടുകാരനുണ്ട്, ഒരു അദൃശ്യ കൂട്ടുകാരൻ. അദൃശ്യ കൂട്ടുകാരനോ? പക്ഷെ ഡോക്ടർ, അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആരോടോ സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ആ നിഴൽ രൂപം അവളെ എങ്ങോട്ടോ കൊണ്ടുപോകാൻ നോക്കുക. മാധവി, പ്ലീസ് കൂൾ ഡൗൺ. താൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടികൾ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മനസ്സിലുണ്ടാക്കുന്ന ഒരു രൂപമാണത്. പക്ഷെ അനുവിന്റെ മനസ്സിലെ ആ രൂപത്തിന് ഇപ്പോൾ അവളേക്കാൾ ശക്തി കൂടി വരികയാണ്. അവൾ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാൻ എന്താ ചെയ്യേണ്ട ഡോക്ടർ? ഒറ്റ കാര്യമേ ഉള്ളൂ, അവളെ ഇനി ഒരു കാരണവശാലും തനിച്ചാക്കരുത്. അത് അപകടമാണ്. ചിലപ്പോൾ അവളെ കൊണ്ട് ആ രൂപം എന്തും ചെയ്യിച്ചേക്കാം. അവളെ എപ്പോഴും നിരീക്ഷിക്കണം. പക്ഷെ മാധവി, അനുവിനെ നോക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കോ? എനിക്കെന്തിനാ കൗൺസിലിംഗ്? എന്റെ മോക്കാ പ്രശ്നം, എനിക്കല്ല. അനു, മോളെ, നീ ഉറങ്ങിയില്ലേ? ദൈവമേ, ഡോക്ടർ പറഞ്ഞത് അവൾ അയാളെ വീട്ടിലെത്തിച്ചോ? അനു, വാതില് തുറക്ക്. അനു, വാതില് തുറക്കാൻ. ആരാ അകത്തുള്ളത്? അനു! അതും നീ വരും നിഴലുകൾ, ശ്വാസം നിലയ്ക്കും ദൂരം. എടാ, ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ എന്റെ വീട്ടിന്ന്. അനു, മോളെ വാതില് തുറക്കണേ. അമ്മയ്ക്ക് പേടിയാവുന്നു മോളെ. തുറക്കും മോളെ വാതില്.
ചുവരുകൾക്ക് കാതുണ്ട്. ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും. ഭയം അനു മോളെ, അമ്മയെ തനിച്ചാക്കി പോവല്ലേ മോളെ. ഒളിക്കാനിടമില്ല. വാതില് തുറക്കും മോളെ. വിധി നിന്നെ പിന്തുടരുന്നു. നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. ദൈവമേ, ജനല് തുറന്നു കിടക്കുവാണല്ലോ. അനു അവൾ ഇതിലൂടെ പുറത്ത് ചാടിയോ? അവൻ എൻ്റെ മോളെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ അവൾ ആ നിഴലിന്റെ കൂടെ പോവുമെന്ന്. അനു മോളെ, അമ്മയിട്ടേച്ച് പോവല്ലേ മോളെ. അനു മോളെ, അമ്മ വരുന്നുണ്ട്. ആ പിശാചിന്റെ കയ്യിൽ നിന്ന് അമ്മ നിന്നെ രക്ഷിക്കും. അനു മോളെ, നീ എവിടെയാ? അമ്മയെ പേടിപ്പിക്കല്ലേ. എടാ മാറട എന്റെ മോളുടെ അടുത്തുനിന്ന്. തൊട്ടു പോകരുത് അവളെ. അനു ഓടിപ്പോ മോളെ. അവനിവിടെ ഉണ്ട്. അവനെ ഞാൻ കൊന്നു കളയും. വിട്ടേക്കടാ അവളെ, വിട്ടേക്ക്. നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. കഥ പറയും നിഴലിനോടായി കനവുകളെല്ലാം ചൊല്ലിടുന്നു ഞാൻ. കാത്തിരിക്കും കാലം അത്രയും ഒരു നിഴലായി എൻ കൂടെ അരികിൽ ഉണ്ടാവണം. എന്റെ മോള് നന്നായിട്ട് ജീവിക്കണം. അമ്മ കൂടെ ഇല്ലാത്ത ഈ ലോകത്ത് അവള് സന്തോഷമായിട്ടിരിക്കട്ടെ. അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. അവനിപ്പോഴും എൻ്റെ മോടെ കൂടെയുണ്ട്. ഞാനിവിടാണെന്ന് അവനറിയാം.